സത്യത്തിൽ ഫാഷിസ്റ്റുകൾ അധികാരത്തിൽ വന്ന ശേഷം ആദ്യമായി ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ഒരാളെ കൂട്ടമായി ചേർന്ന് തല്ലിക്കൊന്ന സംഭവമായിരുന്നു മുഹമ്മദ് അഖ്ലാഖിൻ്റെ വധം ബീഫിൻ്റെ പേരിൽ. അതുമായി ബന്ധപ്പെട്ട് ഒരു അഭിമുഖം വേണമെന്ന് മീഡിയ വൺ എന്നോട് ആവശ്യപ്പെട്ടു. ഏകദേശം അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന അഭിമുഖത്തിൽ രാജ്യത്തെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നു. കൂട്ടത്തിൽ ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ഫാഷിസമാണല്ലോ. ഫാഷിസത്തെ മുസ്ലിം ലീഗ് എങ്ങനെ എതിർക്കുന്നു എന്നാണ് നിങ്ങൾ അഭിപ്രായം? ശക്തമായി എതിർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ മുസ്ലിം ലീഗ് അല്ലല്ലോ ഈ വിഷയത്തിൽ എതിർക്കേണ്ടത്, കാരണം മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇതിൽ ഇരകളായിരിക്കുന്നത്. സത്യത്തിൽ മുസ്ലിം ലീഗിനെ ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളാണ് ശക്തമായി എതിർക്കേണ്ടതെന്ന് പറഞ്ഞു. കോൺഗ്രസും അതുപോലെ. കോൺഗ്രസ് ശക്തമായി എതിർക്കുന്നുണ്ടോ ചോദിച്ചു. അന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ്, ഞാൻ പറഞ്ഞു, അന്നത്തെ സാഹചര്യം വെച്ച് ശ്രദ്ധിക്കണം. കോൺഗ്രസ് ഒരു മൃദുലമായ സമീപനം സ്വീകരിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. അത്ര ശക്തമായി എതിർക്കുന്നില്ല. കാരണം ഹിന്ദു വോട്ട് ചോർന്നു പോകുമോ എന്ന തെരഞ്ഞെടുപ്പുകളെക്കുറിച്ചുള്ള ആശങ്കയായിരിക്കും അവരുടെ കാരണം. ഞാൻ ന്യായീകരണം പറഞ്ഞു. അപ്പോൾ ഇടതുപക്ഷമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, തീർച്ചയായും ഇടതുപക്ഷത്തെക്കുറിച്ച് CPM ഉൾപ്പെടെ ഇടതുപക്ഷ കക്ഷികൾ നന്നായി ഫാഷിസത്തെ എതിർക്കുന്നുണ്ട്. അത് തീർച്ചയായും എല്ലാവിധ പിന്തുണയും അർഹിക്കുന്ന കാര്യമാണെന്ന് ഞാൻ തുറന്നു പറഞ്ഞു. കാരണം അന്നത്തെ സാഹചര്യം, മുഹമ്മദ് അഖ്ലാഖ് വധിക്കപ്പെട്ടപ്പോൾ ഇങ്ങനെ കൂട്ടമായി തല്ലിക്കൊന്നപ്പോൾ അതിനെതിരെ അതിശക്തമായ രോഷം രാജ്യത്ത് വളർന്നു വന്ന ഘട്ടത്തിൽ അതിന് മുൻനിര നിന്ന ഇടതുപക്ഷ കക്ഷികളായിരുന്നു. പ്രത്യേകിച്ച് കേരളത്തിൽ അന്ന് അവിടെ ബീഫ് കഴിച്ചതിൻ്റെ പേരിൽ, ബീഫ് സൂക്ഷിച്ചതിൻ്റെ പേരിൽ ഒരു മനുഷ്യനെ തല്ലിക്കൊല്ലുമ്പോൾ അതിനെതിരെ പരസ്യമായി ബീഫ് ഫെസ്റ്റിവൽ നടത്താൻ DYFI തയ്യാറായി. മറ്റൊരു ഭാഗത്ത് VS അച്യുതാനന്ദൻ വളരെ ശക്തമായ നിലയിൽ പശു നിൻ്റെ അമ്മയാണെങ്കിൽ കാള നിൻ്റെ അപ്പനോ എന്ന് ചോദിച്ചുകൊണ്ട് പരസ്യമായി വാർത്താസമ്മേളനം നടത്തി. ആ നിലയിൽ അന്ന് അതിശക്തമായ നിലപാട് സംഘപരിവാർ ഫാഷിസത്തിനെതിരെ ഈ CPM ഉൾപ്പെടെയുള്ള കക്ഷികൾ സ്വീകരിച്ചിരുന്നു. അത് തികച്ചും സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു വാർത്തയായി ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ വോട്ട് ചെയ്യണമെന്നോ ചെയ്യേണ്ടെന്നോ ഒരു പരാമർശം പോലും നടത്തിയിട്ടില്ല. അതുകൊണ്ട് എൻ്റെ പേരിൽ ഇങ്ങനെ ഇടതുപക്ഷത്തിനാണ് വോട്ട് ചെയ്യേണ്ടത്, ഫാഷിസത്തെ എതിർക്കുന്ന അവരാണ് എന്ന നിലയിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് തീർത്തും വാസ്തവ വിരുദ്ധമാണ്. അങ്ങനെ പരാമർശം എൻ്റെ അഭിമുഖത്തിൽ ഇല്ല. ഇതാണ് സത്യം.